പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് 2 കപ്പ് പച്ചരി കുതിർത്തെടുത്തിട്ട് വെള്ളം ഊറ്റി കളഞ്ഞ് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു തുണിയിൽ നിരത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഒട്ടും തന്നെ തരികളൊന്നും ഉണ്ടാകരുത് കേട്ടോ. തരി ഉണ്ടെങ്കിൽ ഒന്ന് തരിച്ചെടുക്കണം ചെറിയ അരിപ്പയിലൂടെ ഇട്ടിട്ട്. അപ്പോൾ ഇതുപോലെ നല്ല ഫൈനായിട്ടുള്ള ഈ ഒരു അരിപ്പൊടിയിൽ നിന്ന് ഒരു 1/4 കപ്പ് എടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് തിളപ്പിച്ച് കുറുകി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് പിന്നെ ഒന്ന് ചൂടാറി കഴിഞ്ഞതിന് ശേഷം 3 കപ്പ് അരിപ്പൊടിയും അതുപോലെ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. വെള്ളമൊന്നും ഒട്ടും തന്നെ ചേർത്ത് കൊടുക്കരുത്. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 8-10 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം പൊങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ പൊങ്ങി വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പാകത്തിനുള്ള ഉപ്പും നല്ല കട്ടിയുള്ള ഒരു 3/4 കപ്പ് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ നന്നായിട്ടൊന്ന് കലക്കിയെടുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. 15 മിനിറ്റിന് ശേഷം ഇതുപോലെ ചൂടായിട്ടുള്ള പാനിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ച് ചുറ്റിച്ച് നല്ല പെർഫെക്റ്റ് ടേസ്റ്റിലുള്ള പാലപ്പം റെഡിയാക്കി എടുക്കാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ റെസിപ്പീസിന് പേജ് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ.